നമസ്കാരം, ചാഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 വിയോഗങ്ങളാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് മോക്ക് എക്സാംസും ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമുക്ക് ആപ്പിൽ ഇപ്പൊ പുതിയ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിന്റെ കോഴ്സുകളെല്ലാം ഇപ്പൊ റൺ ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നുണ്ട്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, മിഷൻ കാക്കി, അതിൽ ഫോഴ്സിന്റെ എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഫോഴ്സ് പിന്നെ സിവിൽ പോലീസ് ഓഫീസർ എല്ലാം സെപ്പറേറ്റ് ആയിട്ട്, ഫോഴ്സിന്റെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച് പഠിക്കാം. അല്ലെങ്കിൽ ഒന്നായിട്ട് ഫോഴ്സ് എല്ലാം കൂടെ മിഷൻ കാക്കി എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തു അത് പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ കോഴ്സ് പർച്ചേസ് ചെയ്ത് വേഗം പഠിച്ചു തുടങ്ങുക. ഇപ്പൊ 2024 അവസാനം തൊട്ടാണ് പോകുന്നത്. ഡിസംബർ അങ്ങോട്ടാണ് പോകുന്നത്, ജനുവരി തൊട്ട് ഇങ്ങോട്ടല്ല. അപ്പൊ ഡിസംബറിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വിയോഗമാണ് MT വാസുദേവൻ നായർ സാറിനെ പറ്റിയുള്ളത്. ഓൾറെഡി അദ്ദേഹത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നാമം, മറ്റേ കേരള ഹെമിംഗ്വേ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇപ്പോ പുള്ളി മരിച്ചതുകൊണ്ട് ചിലപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസോ സ്റ്റേറ്റ്മെന്റോ പുരസ്കാരങ്ങൾ കിട്ടിയ വർഷങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് MT വാസുദേവൻ നായരുടെ കുറച്ച് നന്നായിട്ട് നമ്മൾ നോക്കണം. അപ്പൊ ജനനം 1933 ജൂലൈ 15 പാലക്കാടാണ് കേട്ടോ. ഫുൾ നെയിം എന്ന് പറയുന്നത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരാണ്. മരണം ഡിസംബർ 25 കേട്ടോ. ഓർത്തു വയ്ക്കുക, ക്രിസ്മസ് ദിവസമാണ്. ഡിസംബർ 25, 2024 തൂലികാ നാമം ഉണ്ട്, K സരള എന്നാണ് തൂലികാ നാമം. അപരനാമമാണ് കേരള ഹെമിംഗ്വേ. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെയാണ്. അദ്ദേഹം ഒരു 7 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തിരക്കഥ മുറപ്പെണ്ണ്, ആദ്യത്തെ സംവിധാനം നിർമാല്യം. അത് കഴിഞ്ഞിട്ട് കിട്ടിയ കുറച്ച് പുരസ്കാരങ്ങളാണ്, അതിന്റെ വർഷവും കൂടി ഓർത്തു വയ്ക്കുക. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 84 വയലാർ അവാർഡ്, 59 കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. 59 നാലുകെട്ടിനാണ് കിട്ടിയത്. അടുത്ത 95 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2005 പത്മഭൂഷൺ, 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാരമാണ്. അത് ഓർത്തിരിക്കുക, പ്രഥമ ആദ്യമായിട്ട് കൊടുത്തതാണ്. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം 2022 കിട്ടിയിട്ടുണ്ട്. കൂടാതെ 2011 എഴുത്തച്ഛൻ പുരസ്കാരവും 2013 JC ഡാനിയൽ പുരസ്കാരം. ഇത് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒത്തിരി പുരസ്കാരങ്ങൾ വേറെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ വയലാർ, ജ്ഞാനപീഠം അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള അവാർഡുകൾ മാത്രമേ പറയുന്നുള്ളൂ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരികയാണെങ്കിൽ ഏത് വർഷമൊന്നും മാറിപ്പോകരുത്. അതുകൊണ്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉണ്ട്, ജ്ഞാനപീഠം, പത്മഭൂഷൺ, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, അത് ഇമ്പോർട്ടന്റ് ആണ്, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം. കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരവും JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അടുത്ത് മറ്റൊരാള് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് ഡിസംബർ 26 അന്തരിച്ചത്. MT വാസുദേവൻ നായർ ഡിസംബർ 25 മൻമോഹൻ സിംഗ് ഡിസംബർ 26. ഓക്കെ. അദ്ദേഹം 1987 പത്മവിഭൂഷൺ നേടിയിട്ടുണ്ട്. പിന്നെന്താണ്, നമുക്കറിയാം നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, 13ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ. മുൻ പ്രധാനമന്ത്രി ആയിരുന്നു, 13ാമത്തെ പ്രധാനമന്ത്രിയാണ്. പിന്നെന്താണ്, 15th ഗവർണർ ആയിരുന്നു, ഇവിടുത്തെ RBI ഗവർണർ ആയിരുന്നു, 15th RBI ഗവർണർ കൂടിയായിരുന്നു. കൂടാതെ UGC ചെയർമാൻ ആയിരുന്നു, കേന്ദ്ര ധനമന്ത്രി ആയിരുന്നു, കേന്ദ്ര ധന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം നിഗംബോധ് ഘട്ടാണ്, യമുന നദിയുടെ തീരത്താണ് നിഗംബോധ് ഘട്ട് എന്ന് പറയും. അപ്പോ 2024 ഡിസംബർ 26 13ാമത് ഫോർമർ പ്രൈം മിനിസ്റ്റർ ആണ്, 15ാമത് ഗവർണർ, UGC ചെയർമാൻ ആയിരുന്നു, കേന്ദ്ര ധനമന്ത്രിയാണ്, കേന്ദ്ര ധന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് നിഗംബോധ് ഘട്ട് എന്നാണ്. ഇതാണ് നിഗംബോധ് ഘട്ട്. ഓക്കെ. ഇത് ഒരു ഡയറക്ടറാണ്, പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനാണ് ശ്യാം ബെനഗൽ എന്നാണ് പേര്. 1976 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു, 91 പത്മഭൂഷൺ. കൂടാതെ എന്ത് ലഭിച്ചിട്ടുണ്ട്, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് 2005. മരിച്ചത് ഡിസംബർ 23. ഓക്കെ, ഡിസംബർ 23. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അപ്പം അതായത് ഒരു പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനാണ് ശ്യാം ബെനഗൽ. ഓക്കെയാണ്.
അടുത്ത ഉസ്താദ് സക്കീർ ഹുസൈൻ. നമുക്കറിയാം സക്കീർ ഹുസൈൻ തബലിസ്റ്റ് ആണ്, ലോക പ്രശസ്ത തബല വിദ്വാനാണ്, കൂടാതെ സംഗീത സംവിധായകനാണ്, സംഗീത നിർമ്മാതാവാണ്, താള വിദഗ്ധനാണ് എന്നീ മേഖലകളിലെ അദ്ദേഹം പ്രശസ്തനാണ്. 4 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പത്മശ്രീ കിട്ടിയത് 88-ലാണ്. പത്മഭൂഷൺ ലഭിച്ച വർഷം 2002. പത്മവിഭൂഷണം ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ 2002, പത്മവിഭൂഷൺ 2023. അന്തരിച്ചത് ഡിസംബർ 16-നാണ് കേട്ടോ. അപ്പോ ഉസ്താദ് സക്കീർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഒരുപാട് പേരുണ്ട് നമുക്ക് ഓർത്തിരിക്കാനൊക്കെ. അതായത് മറ്റേ ഈ നോവൽ എഴുതിയവര്, അതായത് ഇവിടെ മാത്രമല്ല, കേരളത്തിലെ മാത്രമല്ല, പുറത്തൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാം ഒന്നും പറയുന്നില്ല. അത്യാവശ്യം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാത്രമേ നമ്മൾ ഇത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അടുത്തത് നോക്കാം. 2024 ഡിസംബറിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തക തുളസി ഗൌഡയാണ്. ആരാണ്? തുളസി ഗൌഡയാണ്. വൃക്ഷമാത എന്ന പേരിൽ അറിയപ്പെട്ടു. വനത്തിന്റെ സർവ്വവിജ്ഞാന കോശം എന്ന പേരിലും എന്തുണ്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? അന്തരിച്ച തുളസി ഗൌഡ എന്നാണ് കേട്ടോ. പരിസ്ഥിതി പ്രവർത്തക കൂടെയാണ്. അടുത്തത് 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ ഹരിയാന മുഖ്യമന്ത്രിയാണ് ഓം പ്രകാശ് ചൌട്ടാല. ആരാണ്? ഓം പ്രകാശ് ചൌട്ടാല. എവിടത്തെയാണ്? മുൻ ഹരിയാന മുഖ്യമന്ത്രിയാണ്. അടുത്തത് 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ പുതുച്ചേരി മുഖ്യമന്ത്രി. എവിടത്തെയാണ്? പുതുച്ചേരി മുഖ്യമന്ത്രിയാണ് MDR രാമചന്ദ്രൻ. MDR രാമചന്ദ്രൻ എന്നാണ്. 80, 83, 90, 91 കാലഘട്ടത്തില് എന്തായിരുന്നു? പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അടുത്തത് നവംബറിൽ അന്തരിച്ച ചാക്യാർകൂത്ത് കലാകാരന്റെ പേരാണ് കവിയൂർ PN നാരായണ ചാക്യാർ. ഇത് കലാസാഹിത്യം ആ ഭാഗത്ത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നവംബറിൽ അന്തരിച്ച ചാക്യാർകൂത്ത് കലാകാരന്റെ പേര് എന്താണ്? കവിയൂർ PN നാരായണ ചാക്യാർ. ഓക്കെയാണ്. അടുത്തത് 2024 നവംബറിൽ അന്തരിച്ച ബ്രിട്ടീഷ് അമേരിക്കൻ നോവലിസ്റ്റ് ആണ് ബാർബറ ടൈലർ ബ്രാഡ്ഫോർഡ്. ആരാണ്? ബാർബറ ടൈലർ ബ്രാഡ്ഫോർഡ് ആണ്. ബ്രിട്ടീഷ് അമേരിക്കൻ നോവലിസ്റ്റ് ആണ് കേട്ടോ. 2024 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരനാണ് ബ്രൈറ്റൻ ബാക്ക്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇവരുടെ പേരൊക്കെ പറയുന്നത് കേട്ടോ. നവംബറിൽ അന്തരിച്ച പ്രശസ്ത സരോദ് വിദ്വാൻ. സരോദ് എന്ന് പറഞ്ഞാൽ ഒരു വാദ്യോപകരണമാണ്. സരോദ് വിദ്വാൻ ആശിഷ് ഖാൻ. ആരാണ്? ആശിഷ് ഖാൻ ആണ്. അടുത്തത് ഉമാദാസ് ഗുപ്ത. ഉമാദാസ് ഗുപ്ത എന്ന് പറയുന്നത് ഒരു ബംഗാളി സിനിമാ നടിയാണ്. നമ്മുടെ സത്യജിത്ത് റേയുടെ ആദ്യത്തെ സിനിമയായ പതേർ പാഞ്ചാലി കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിലൊരു പെൺകുട്ടിയെ അവതരിപ്പിച്ച കുട്ടിയായിരുന്നു ഉമാദാസ് ഗുപ്ത. അത് പതേർ പാഞ്ചാലി സിനിമയിൽ ദുർഗ എന്ന പെൺകുട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയാണ് കേട്ടോ. അപ്പോ സത്യജിത്ത് റേയുടെ ആദ്യത്തെ സിനിമയാണ് പതേർ പാഞ്ചാലി. അതിലൊരു മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ച നടിയാണ്, ബംഗാളി സിനിമാ നടിയാണ് ആര്? ഉമാദാസ് ഗുപ്ത എന്ന് പറയുന്നത്. അതുപോലെ 2024 നവംബറിൽ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ ആരെന്ന് വെച്ചാൽ പണ്ഡിറ്റ് രാം നാരായണൻ. ആരാണ്? പണ്ഡിറ്റ് രാം നാരായണൻ. സാരംഗി എന്ന സംഗീതോപകരണത്തെ ജനപ്രിയമാക്കിയ വ്യക്തികളിൽ പ്രമുഖനാണ്. നമ്മൾ നേരത്തെ സരോദ് എന്നൊരു സംഗീത ഉപകരണം പഠിച്ചു. ഇപ്പൊ എന്താണ്? സാരംഗി എന്നൊരു സംഗീത ഉപകരണമാണ്. പേര് പണ്ഡിറ്റ് രാം നാരായണനാണ്. ഓക്കെയാണ്. അടുത്ത ഓംചേരി NN പിള്ള. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പ്രശസ്തനായ നാടകകൃത്തും നോവലിസ്റ്റും കവിയുമാണ് കേട്ടോ. 2022 കേരള സർക്കാർ കേരള പ്രഭ പുരസ്കാരം നൽകി ആദരിച്ചു. 2022 കേരള സർക്കാർ എന്ത് പുരസ്കാരം? കേരള പ്രഭ പുരസ്കാരം നൽകി ആദരിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി ലഭിച്ചത് 2010-ലാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് 2020-ലാണ്. പേര് ഓംചേരി NN പിള്ളയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ്, ഓർത്തിരിക്കുക. അടുത്തത് നമുക്കറിയാം രത്തൻ ടാറ്റ ഇന്ത്യൻ വ്യവസായിയായിരുന്നു. ടാറ്റ ഗ്രൂപ്പിന്റെയും ടാറ്റ സൺസിന്റെയും ചെയർമാൻ ആയിരുന്നു. അദ്ദേഹത്തിന് 2000 പത്മഭൂഷൺ, 2008 പത്മവിഭൂഷൺ കിട്ടിയിരുന്നു. മരണം 2024 ഒക്ടോബർ 9 ആണ്. ഒക്ടോബർ 9 എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ജസ്റ്റിസ് KS പുട്ടസ്വാമി. ഈ പേര് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും, പുട്ടസ്വാമി എന്നുള്ളത്. സ്വകാര്യത മൗലികാവകാശമായി അംഗീകരിച്ച വിധിക്ക് കാരണമായ നിയമജ്ഞനാണ് ആര്? സ്വകാര്യത മൗലിക അവകാശമായി അംഗീകരിച്ച വിധിക്ക് കാരണക്കാരനായ നിയമജ്ഞനാണ് ആര്? ജസ്റ്റിസ് KS പുട്ടസ്വാമി എന്ന് പറയുന്നത്. കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. ആന്ധ്രാപ്രദേശ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആദ്യ ചെയർമാനും കൂടിയാണ് ജസ്റ്റിസ് K പുട്ടസ്വാമി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. സ്വകാര്യത മൗലികാവകാശമായി അംഗീകരിച്ച് വിധിക്ക് കാരണമായ നിയമജ്ഞൻ എന്നുള്ളത് തന്നെയായിരിക്കും മെയിൻ ആയിട്ട് ചോദിക്കാം. അടുത്തത് വിവേക് ദെബ്രോയ്. കേട്ടിട്ടുണ്ടാവും. സാമ്പത്തിക വിദഗ്ധനാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ കൂടെയാണ്. ആരാണ്? പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് ആര്? വിവേക് ദെബ്രോയ് എന്ന് പറയുന്നത്. അടുത്ത 2024 ഒക്ടോബറിൽ അന്തരിച്ച കഥകളി നടനാണ് സദനം നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി. ആരാണ്? സദനം നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി.
ഇതൊക്കെ കലാസാഹിത്യം ആ ഒരു പോർഷനിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത് 2024 സെപ്റ്റംബർ അന്തരിച്ച മലയാളി കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ CA ജയപ്രകാശ്. പുള്ളി എന്താ കണ്ടുപിടിച്ച? മരിച്ചിനി ഇലയിൽ നിന്നും കീടനാശിനി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ CA ജയപ്രകാശ്. മലയാളിയായിട്ടുള്ള കൃഷി ശാസ്ത്രജ്ഞനാണ്. ഓക്കെയാണ്. അടുത്ത 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടിയാണ് കവിയൂർ പൊന്നമ്മ. ആരാണ് കവിയൂർ പൊന്നമ്മ? അറിയാം എല്ലാവർക്കും. സെപ്റ്റംബറിലാണ്. അടുത്ത് സീതാറാം യെച്ചൂരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അതായത് CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര്? സീതാറാം യെച്ചൂരി. മരണം എന്നാണ്? 2024 സെപ്റ്റംബർ 12 ആണ്. അടുത്ത ചലച്ചിത്ര നിരൂപകയായ അരുണ വാസുദേവ് ആണ്. അരുണ വാസുദേവിനെ അറിയപ്പെടുന്നത് ഏഷ്യൻ സിനിമയുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? അരുണ വാസുദേവ്. പ്രശസ്ത ചലച്ചിത്ര നിരൂപകയും എഴുത്തുകാരിയും ഒക്കെയാണ്. ഏഷ്യൻ സിനിമയുടെ മാതാവ്, അത് ഓർത്തിരിക്കുക. അടുത്ത 2024 പദവിയിലിരിക്കെ അന്തരിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറലാണ് രാകേഷ് പാൽ. അതുപോലെ ആഗസ്റ്റിൽ അന്തരിച്ച മലയാളിയായ മുൻ കരസേനാ മേധാവി ആരെന്ന് വെച്ചാൽ സുന്ദരരാജൻ പത്മനാഭൻ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച CSIR മുൻ മേധാവിയാണ് ഗിരീഷ് സാനി. ഓക്കെ, ഗിരീഷ് സാനി. പിന്നെ നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി 2024 ഓഗസ്റ്റിൽ അന്തരിച്ചിട്ടുണ്ട്. കൺവർ നട്വർ സിംഗ് എന്നാണ് പേര്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയാണ്. ആരാണ്? യാമിനി കൃഷ്ണമൂർത്തിയാണ്. ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയാണ്. പത്മശ്രീ ലഭിച്ചത് 1968, പത്മഭൂഷൺ ലഭിച്ചത് 2001, പത്മവിഭൂഷൺ 2016. യാമിനി കൃഷ്ണമൂർത്തി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ പേരാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. നമ്മൾ പത്രത്തിലൊക്കെ ഒരുപാട് കേൾക്കുന്ന ഒരു പേരാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. അതുപോലെ ജൂലൈയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അൻഷുമൻ ഗെയ്ക്വാദ്. ആരാണ്? അൻഷുമൻ ഗെയ്ക്വാദ് ഒരു ക്രിക്കറ്റ് താരമാണ്. അടുത്ത ജൂലൈയിൽ അന്തരിച്ച മലയാളിയായ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ MS വല്യത്താൻ. ഡോക്ടർ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന് പറയും. അതായത് തിരുവനന്തപുരത്ത് ശ്രീ ചിത്രനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത വ്യക്തിയും അതിന്റെ ആദ്യത്തെ എന്തായിരുന്നു? ഡയറക്ടറുമായിരുന്നു ഡോക്ടർ MS വല്യത്താൻ. 2024 വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട US ബഹിരാകാശ യാത്രികൻ വില്യം ആൻഡേഴ്സ് ആണ്. 68 അപ്പോളോ 8 ദൗത്യത്തിലെ അംഗമായിരുന്നു. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട US ബഹിരാകാശ യാത്രികന്റെ പേരെന്താണ്? വില്യം ആൻഡേഴ്സ്. അതുപോലെ 2024 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ വ്യക്തിയാണ് TK ചാത്തുണ്ണി. ഓക്കെയാണ്. അടുത്ത 2024 ജൂണിൽ അന്തരിച്ച ചന്ദ്രയാൻ 1 മിഷൻ ഡയറക്ടറാണ് ശ്രീനിവാസ് ഹെഗ്ഡെ. ആരാണ്? ഇപ്പൊ 2024 ജൂണിൽ അന്തരിച്ച ചന്ദ്രയാൻ 1 മിഷൻ ഡയറക്ടറിന്റെ പേരാണ് ശ്രീനിവാസ് ഹെഗ്ഡെ എന്നാണ് പേര്. 2024 മെയ് മാസത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ്, അതും ഇമ്പോർട്ടന്റ് ആണ്, ഇറാൻ പ്രസിഡന്റ് പേര് ഇബ്രാഹിം റൈസി ആണ്. എത്രാമത്തെയാണ്? 8ാമത്തെ പ്രസിഡന്റ് ആണ് കേട്ടോ. പിന്നെ മെയ് മാസത്തിൽ അന്തരിച്ച ചലച്ചിത്ര സംവിധായകന്റെ പേര് സംഗീത് ശിവനാണ്. തിരക്കഥാകൃത്ത്, ഛായാഗ്രാഹകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് സംഗീത് ശിവൻ. അടുത്ത് വരുന്നത് 2024 ഏപ്രിൽ അന്തരിച്ച കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനാണ് PG ജോർജ്. കേരള ഫുട്ബോൾ ടീമിന്റെ പരിശീലനങ്ങളായിരുന്നു. പിന്നെ ഒരാളുള്ളത് ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ് ആണ്. ദൈവഗണം എന്നറിയപ്പെടുന്ന ഹിഗ്സ് ബോസോൺ എന്ന അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ്. ഏപ്രിൽ 8 മരിച്ചത്. പീറ്റർ ഹിഗ്സ് ഓർത്തിരിക്കുക. ദൈവഗണം എന്നറിയപ്പെടുന്ന ഹിഗ്സ് ബോസോൺ എന്ന അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ്. അതുപോലെ 2024 മാർച്ചിൽ അന്തരിച്ച മുൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന്റെ പേരാണ് പാലിയത്ത് രവിയച്ചൻ. മുൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് പാലിയത്ത് രവിയച്ചൻ. അതുപോലെ മലയാള കഥാകൃത്ത് TN പ്രകാശ് ആണ് കേട്ടോ. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമിയുടെ മികച്ച കഥാകൃത്തിനുള്ള അവാർഡൊക്കെ ലഭിച്ച വർഷം 2005 ആണ്. മലയാള കഥാകൃത്താണ് ആര്? TN പ്രകാശ് എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള വിയോഗങ്ങൾ വരുന്നത് 2024. അപ്പൊ മെയിൻ ആയിട്ടുള്ളതൊക്കെ ഓർത്തിരിക്കുക. കുറച്ചധികം പേരുകളുണ്ട്. അപ്പോ അടുത്ത ശനിയാഴ്ച എക്സാം ഉള്ളവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബാക്കി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.